നമുക്ക് കിട്ടാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന എക്സ്ക്യൂസുകളില്ലേ, അതൊരുപാട് വിചിത്രങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ എൻ്റെ ബാക്കി പണം കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തരാനുള്ള ആൾ പറയുന്നത്, എടാ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ മരിച്ചടാ, ഞാനതിൻ്റെ പിറകാണ്. അതിൻ്റെ ഒരു ഇത് വായിച്ചു. ഞാൻ ആരെയും പേരൊന്നും പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേര് പറയാനോ മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഈ പോസ്റ്റുകൾ ഇടുന്നത്. നമ്മളെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, പച്ചയായ മനുഷ്യരുടെ പച്ചയായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, പെട്ടെന്ന് അതൊക്കെ ഒരു എക്സ്ക്യൂസാണോ? ഒരുപക്ഷെ അത് എക്സ്ക്യൂസ് അല്ല ആവേണ്ടത്. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ? മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ബാധ്യതകൾ തീർക്കേണ്ടവരല്ലേ? അതേ സാഹചര്യം എൻ്റെ ജീവിതത്തിലായിരുന്നെങ്കിൽ, നമുക്കാരെങ്കിലുമൊക്കെ മരിച്ചാൽ നമ്മുടെ മനസ്സിലൊതുക്കി എന്താ, അവർക്ക് കൊടുക്കാനുള്ള കടം വേഗം തീർക്കണം, അവർക്ക് വേഗം. കാരണം ആ പാവം മനുഷ്യർ നമുക്ക് ഒരു വളരെ ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ സഹായിച്ച മനുഷ്യന്മാരാണ്. അവർക്കത് കൊടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവുക അല്ലേ? ഒരു ഗൂഗിൾ പേ വഴി പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരാൾക്ക് പണം കൊടുക്കണമെങ്കിൽ അവർ വീട് വരെ എത്തണം, വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ചെല്ലുകയൊക്കെ വേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ആവശ്യമില്ലല്ലോ. ഒരു ഗൂഗിൾ പേയിലോ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി അയക്കേണ്ട ആവശ്യമേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരാൾക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം കിട്ടേണ്ട വ്യക്തിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? അതിനെപ്പോഴും പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ പഠിക്കണം. വീണ്ടും ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് 2-ാം ദിവസമാണ്. എമോഷണൽ ട്രാപ്പിലാണ് ഞാൻ. ഈ വൈകാരിക മുഹൂർത്തം ഞാൻ എങ്ങനെ അവനോട് വീണ്ടും പണം ചോദിക്കും? എനിക്കാണെങ്കിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്, എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിഹ്നം. ഒരുപക്ഷെ ഇത്തരം വൈകാരികമായ ക്രൈസിസുകളെ പോലും ഇന്ന് പണം തരാതിരിക്കാനും മറ്റുള്ള ബാധ്യതകൾ തീർക്കുന്നതിന് മുമ്പിൽ വൈകാരിക ട്രാപ്പുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എന്തായാലും ഡാർക്ക് സൈക്കോളജിയെക്കുറിച്ചുള്ള എൻ്റെ പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.